വിശുദ്ധനാം യൗസേപ്പ് പിതാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിത്യം. വിശുദ്ധനാം യൗസേപ്പ് പിതാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിത്യം. സ്വർഗീയ താതാ സ്നേഹപിതാവേ, തിരുക്കുടുംബത്തിൻ വിശുദ്ധനാം യൗസേപ്പ് പിതാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ ഏറ്റവും മനോഹരമായ അനുഗ്രഹദായകമായ സുദിനത്തിലാണ് മാർച്ച് 19. ലോകം മുഴുവനും യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ, മരണത്തിരുനാൾ, ഊട്ടുതിരുനാളെന്നും വിശേഷിപ്പിക്കാറുണ്ട്. നമ്മളിന്ന് ഈ വചന സന്ദേശത്തിലൂടെ ഈ ഊട്ടുതിരുനാളെന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഈ ഊട്ട് നേർച്ചയുടെ ഉൽപ്പത്തി എവിടെയാണ്? വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം എന്താണ്? വിശുദ്ധൻ തരുന്ന സന്ദേശം എന്താണ്? ഇതാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വചന സന്ദേശത്തിൻ്റെ ഉൾക്കാമ്പ്. 1905 മാർച്ച് 19 കേരളത്തിൽ ആദ്യമായിട്ട് കണ്ണമാലിയിൽ ഊട്ട് തിരുനാളിൻ്റെ ഉൽപ്പത്തി ആരംഭിക്കുന്നത്. ആദ്യം കണ്ണമാലിയെക്കുറിച്ച് 2 വാക്ക്. ഈ കണ്ണമാലി ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ അന്ന് റോഡ് മാർഗമല്ല ജലമാർഗമായിരുന്നു എല്ലാം നടന്നിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കടലിനോടനുബന്ധിച്ച് കിടക്കുന്ന പ്ലേസാണ് കണ്ണമാലി, ചെറിയകടവ്, കണ്ടക്കടവ്, അണ്ടിക്കടവ്, ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ പേര് വരാൻ കാരണം തന്നെ അന്ന് ഈ തീരത്ത് വന്നിട്ടാണ് കപ്പലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അണ്ടി കച്ചവടം നടത്തിക്കൊണ്ട് അണ്ടിക്കടവെന്ന് പേരിട്ടു. കണ്ടലുള്ള സ്ഥലമായത് കണ്ടക്കടവെന്ന് പേരിട്ടു. മത്സ്യം വിൽക്കുന്നത് കൊണ്ട് ചാളക്കടവെന്ന് പേരിട്ടു. ചെറിയ കടവായതുകൊണ്ട് ചെറിയ കടവെന്ന് പേരിട്ടു. കണ്ണമാലി എന്ന് പേരിടാൻ കാരണം ഈ മാലി എന്ന വാക്കിൻ്റെ അർത്ഥം തുറമുഖമാണ്. പ്രത്യേകിച്ച് കണ്ണമാലിയുടെ മുൻപിലുള്ള സ്ഥലത്താണ് ഈ കപ്പൽ വരുന്നത്. അപ്പോൾ കണ്ണായ സ്ഥലത്താണ് ഈ മാലി തുറമുഖമുള്ളത് കൊണ്ട് അങ്ങനെയാണ് കണ്ണമാലി എന്ന പേര് വീണത്. ഇനി എങ്ങനെയാണ് ഈ ഊട്ടുനേർച്ച ഉണ്ടാകാൻ കാരണം എന്താണ്? അതൊരു ചരിത്രമാണ്. ആ ചരിത്രം നോക്കിയാൽ 1905 കടൽ കയറിയത്, കടൽക്ഷോഭം ഉണ്ടായി. അങ്ങനെ കണ്ണമാലിയിൽ കടൽ കയറി കുളവും അതുപോലെ തന്നെ ആ ഏരിയ മുഴുവനും അത് എല്ലാം നല്ല വെള്ളമെല്ലാം നഷ്ടപ്പെട്ടു. കുറേ ആൾക്കാരുടെ സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും പല വീടുകളിൽ താമസിക്കണേ. അപ്പോൾ എന്തു പറ്റി? അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് സ്ഥലപരിധി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ശുചിത്വം ഉണ്ടായിരുന്നില്ല, പട്ടിണി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് കോളറ പിടിപെട്ടു. ഓരോ ദിവസവും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരണം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മരണമാണ്. വികാരിയച്ഛനും കുറേ ആൾക്കാരും ചേർന്ന് ചെറിയ സെമിത്തേരിയാണ് സംസ്കരിക്കുന്നതാണ്. ഒടുവിൽ സംസ്കരിക്കാൻ സ്ഥലമില്ല, സെമിത്തേരിയുടെ പുറത്ത് സംസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ വികാരിയാണ് സാരസച്ചൻ. ഈ സാരസച്ചൻ എന്ത് ചെയ്തു? ഇനി മറവ് ചെയ്യാനായിട്ട് ആൾക്കാരില്ലാത്തതുകൊണ്ട് 12 അംഗങ്ങളുടെ ഒരു സമിതി ഉണ്ടാക്കി. അവരുടെ നേതൃത്വത്തിലാണ് മൃതസംസ്കാരം നടത്തിയിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അച്ഛൻ വളരെ സങ്കടപ്പെട്ട് രാവിലെ തുടങ്ങി മൃതസംസ്കാരവും രോഗികളെയൊക്കെ സന്ദർശിച്ച് അച്ഛൻ ഓല ഷെഡിൽ വന്ന് ക്രൂശിത രൂപൻ്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞ് പെട്ടെന്ന് അച്ഛൻ മയങ്ങിപ്പോയി. അച്ഛനൊരു സ്വപ്നം ഉണ്ടായെന്നാണ് പറയുന്നത്. ആ സ്വപ്നത്തിൽ കിട്ടിയ ദർശനമനുസരിച്ചാണ് രാവിലെ എഴുന്നേറ്റു, പള്ളിയിൽ വന്നു. അദ്ദേഹം അൾത്താര ചുംബിച്ച് നോക്കുമ്പോൾ ജനനിബിഡമായിരുന്ന പള്ളിയിൽ വിരലിലെണ്ണാൻ മാത്രം ആൾക്കാരുള്ളൂ. അച്ഛൻ കരഞ്ഞുപോയി. എന്നിട്ട് പ്രസംഗമധ്യേ അച്ഛൻ പറഞ്ഞു, അടുത്ത മാർച്ച് 19 യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാളാണ്. നമുക്കിങ്ങനെ ചെയ്യാം, നിങ്ങളെല്ലാവരും വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ, ഞാനും കുറേ ഭക്ഷണം കരുതാം. അങ്ങനെ പള്ളിയിൽ വന്നു, ദേവാലയമണി മുഴങ്ങി, ആരാധന തുടങ്ങി, കുർബാന കഴിഞ്ഞു. വിശുദ്ധൻ്റെ ഛായാചിത്രം എടുത്തുകൊണ്ട് ദേവാലയത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം നടന്നു. അതിനുശേഷം കൊണ്ടുവന്ന ഭക്ഷണം ആശീർവദിച്ചിട്ട് അച്ഛനും കഴിച്ചു, മറ്റുള്ളവരും കഴിച്ചു. എല്ലാവരും ഭയന്നാണ്, കരയുകയാണ് എല്ലാവരും. എന്ത് സംഭവിക്കും, മരിക്കുമോ എന്നറിയില്ല. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വീട്ടിൽ കൊണ്ട് രോഗികൾക്കും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രോഗികൾക്കും കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആരും മരിച്ചില്ല. അവർക്കൊരു പുനർജീവനം, അന്ധകാരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് പ്രകാശം ലഭിച്ചെന്ന് തിരുവചനം പറഞ്ഞതുപോലെ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി വലിയ സൗഖ്യമുണ്ടായി. അങ്ങനെയാണ് അവിടെ ഊട്ടുനേർച്ച ആരംഭിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 120 വർഷമായിട്ടുണ്ട്.
ഇതാണ് ഊട്ടുനേർച്ചയുടെ പശ്ചാത്തലം. ഇനിയും അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയുള്ളൊരു അത്ഭുത തിരുസ്വരൂപമുണ്ട്. അറിയാം, പണ്ട് കടലിലൂടെ കടന്നുപോയ ഒരു പത്തേമാരി, അതായത് ഒരു പാക്കപ്പലോട് ഉറച്ചുപോയി. ഇവിടെയുള്ള മുക്കുവർ അവിടെ ചെന്നപ്പോൾ അവർ സഹായിച്ചു. അതിനകത്ത് 3 ഔസേപ്പിതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. ഒരെണ്ണം അല്പം ഉടവുള്ളതുകൊണ്ട് കളയാൻ പോയതാണ് കടലിൽ. അപ്പോൾ അവർ പറഞ്ഞു, കളയല്ലേ, ഞങ്ങൾക്ക് തന്നേക്ക്. അത് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്നു. അതെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ല, വൈക്കോലൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചിരുന്നു. ആ ഇടക്കാണ് ഈ കോളറ കഴിഞ്ഞ് അടുത്ത മഹാമാരി. നമുക്കറിയാം, ആ ഏരിയയിൽ കൊപ്രാവിറ്റൊക്കെ കഴിഞ്ഞിരുന്നത്. അവിടെ പശുക്കളെ വളർത്തുന്നു. പശുവിന് കുളമ്പ് രോഗം. അങ്ങനെ ഓരോ ദിവസവും പശു ചത്തു വീഴുകയാണ്. അങ്ങനെ ഒരു അമ്മച്ചി ഔസേപ്പിതാവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കുറച്ച് വൈക്കോല് കണ്ടു. ആ വൈക്കോൽ എവിടെ നിന്നാണെന്നും അറിയാൻ പാടില്ല. വാസ്തവത്തിൽ സ്റ്റാച്ചു പൊതിഞ്ഞു കൊണ്ടുവന്ന വൈക്കോലാണ്. 1 കഷ്ണം 2 കഷ്ണം വൈക്കോലുമായിട്ട് പോയി പശുവിന് കൊടുത്തു. പശു സുഖം പ്രാപിച്ചു. അങ്ങനെ പലരും വന്ന് ഓരോ കഷ്ണം കൊണ്ടേ കൊടുത്ത് സുഖം പ്രാപിച്ചു. ഇങ്ങനെയാണ് കണ്ണമാലിയിൽ അത്ഭുതത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഈ ഊട്ടുതിരുന്നാൾ നടന്നിരുന്നത് പൈസ മേടിച്ചുകൊണ്ടാണ്. ഒടുവിൽ ഡാനിയേൽ പിതാവ് കൊച്ചി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയപ്പോൾ അച്ഛൻ ആദ്യം ചെയ്തത്, ഇത് നേർച്ച ഭക്ഷണമാണ്, സദ്യയല്ല. അതുകൊണ്ട് നേർച്ച ഭക്ഷണമാണെങ്കിൽ ഒരൊറ്റ പൈസയും മേടിക്കാൻ പോലെ ഫ്രീ ആയിട്ട് കൊടുക്കണം. അതിന് ഭയങ്കരമായിട്ട് അന്നത്തെ കമ്മിറ്റിക്കാരും അതുപോലെ അച്ഛന്മാരും എതിർത്തു. പക്ഷേ പിതാവ് പറഞ്ഞു, ഞാനിവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് ഇങ്ങനെ പണം മേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നേർച്ച സദ്യ എന്ന് ഇടാൻ പാടില്ല, സദ്യ എന്ന് നിങ്ങൾ പേരിടണം. ഒടുവിൽ പലരും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായെങ്കിലും പിതാവ് ആ സ്റ്റാൻഡിൽ നിന്നു. ഒരു കുറവും ഉണ്ടായില്ല. അപ്പോൾ ആ കമ്മിറ്റിക്കാരെ ആ വർഷം ഇഷ്ടം പോലെ ഡൊണേഷൻസ് കിട്ടി. സാധാരണ വരുന്നതിൻ്റെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം സംരക്ഷണമാണ്, സൗഖ്യമാണ്, സമൃദ്ധിയാണ്. ഇനി ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ കാര്യം ഞാൻ പറയട്ടെ. അച്ഛൻ്റെ ബ്രദർ അവിടെ, അത് 1977 നടന്ന ഒരു സംഭവമാണ്. അവിടെ കൊച്ചിൻ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡീഫ്രീസർ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ബ്രദർ സെബാസ്റ്റ്യൻ. അവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു. മാർച്ച് 18-ാം തീയതി നൈറ്റ് ഡ്യൂട്ടിയാണ് കിട്ടിയത്. അവിടുത്തെ ഈ ഡീഫ്രീസറിന് 2 ഡോറുണ്ട്. ഒരു ഡോറ് കേടാണ്. അതങ്ങനെ അപ്പോൾ ഒരു ചെറിയൊരു പല കഷ്ണം വെച്ചിട്ടാണ് അവരത് നോക്കുന്നത്. അപ്പോൾ അകത്ത് പെട്ടുപോയാൽ തീർന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, അന്ന് രാത്രി ഈ മനുഷ്യൻ വെളുക്കാറായപ്പോൾ അത് അടഞ്ഞും പോയി, കരണ്ടും പോയി. അമോണിയയുടെ സ്മെല്ല് വരണേണ്. അദ്ദേഹം മത്സ്യമൊക്കെ എടുത്ത് അരമണിക്കൂറായി ഇങ്ങനെ അടിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു രക്ഷയില്ല. ആ സമയത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ തൊട്ടകലെയുള്ളൊരു വീട്ടിൽ ഒരു കുഞ്ഞും അപ്പനും. കുഞ്ഞ് കരയണേ, എനിക്ക് ഐസ് ഫാക്ടറി കാണണം. എടാ, നമ്മളെപ്പോഴും പോകണതല്ലേ, പിന്നീട് പോകാം. അങ്ങനെ അതിരാവിലെ ഇവിടെ വരികയാണ്. വാച്ച്മാൻ ചോദിച്ചു, എന്താണ്? ഐസ് ഫാക്ടറി കാണണം. ഞാനെന്നാ സെബാസ്റ്റിനെ വിളിക്കട്ടെ. സെബാസ്റ്റിനെ വിളിച്ചിട്ട് അനക്കുമില്ല. അപ്പോഴാണ് ഈ വാച്ച്മാൻ ഓർമ്മ വന്നത്. അയാൾ ചെന്ന് തള്ളി തുടങ്ങുമ്പോൾ ഇങ്ങനെ മരിച്ചിട്ടില്ല, മരവിച്ച് കിടക്കണേണ്. ഉടനെ ഒന്ന് പമ്പ് ചെയ്തു, ആസ്പത്രിയിൽ കൊണ്ടുപോയി. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ആ മനുഷ്യൻ പറയുന്നത് ഇതാണ്, കറണ്ട് പോയപ്പോൾ അമോണിയയുടെ ഇതുകൊണ്ട് മരിച്ചു പോകാമായിരുന്നു. കൂടാതെ ആ സമയത്ത് ആരും വരില്ല, കറണ്ടും പോയിട്ടുണ്ട്, ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് ഔസേപ്പിതാവിൻ്റെ വലിയ അത്ഭുതമായിട്ടാണ് ഈ മനുഷ്യൻ കാണുന്നത്. എന്നിട്ട് അദ്ദേഹം ആ കുഞ്ഞിനും അപ്പനും വസ്ത്രം മേടിച്ചു കൊടുത്തു. ഇനി എൻ്റെ അനുഭവം പറഞ്ഞോട്ടെ. അപ്പം നമ്മൾ ആദ്യ ഭാഗം കേൾക്കുന്നത് എങ്ങനെയാണ് ഈ കണ്ണമാലിയിൽ ഊട്ടുതിരുന്നാൾ, കേരളത്തിലെ ഊട്ടുതിരുന്നാളിൻ്റെ ഉൽപ്പത്തി കണ്ണമാലിയിലാണ്. അതിൻ്റെ ചരിത്ര സംഭവം ഞാൻ പറഞ്ഞു. അതിനുശേഷം അവിടെ നടന്ന മറ്റു സംഭവങ്ങളും പറഞ്ഞിട്ട് ആ പ്രദേശത്തുണ്ടായിട്ടുള്ള കൊച്ചിൻ എക്സ്പോർട്ട് കമ്പനിയിലെ കാര്യം, സീ ഫുഡിൻ്റെ കമ്പനിയുടെ കാര്യം പറഞ്ഞു. എൻ്റെ അനുഭവം പറയാം. ഞാൻ സെമിനാരിൽ ചേർന്ന് 1974 ജൂലൈ 16-ാം തീയതിയാണ്. എൻ്റെ ബാച്ചിൽ 24 പേരുണ്ടായിരുന്നു. തമിഴ്നാട്, ഗോവ, മംഗലാപുരം, കേരള. ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിക്കുന്നത് ആൽബർട്ട്സ് കോളേജിൽ. അപ്പോൾ 1977 എനിക്ക് ശക്തമായ മൈഗ്രെയിൻ ഹെഡേക്ക് വരും. അപ്പം ചികിത്സ നടത്താവുന്ന സഭയെല്ലാം ചെയ്തു. ഒടുവിൽ മാർച്ച് മാസം വെക്കേഷന് ഞാൻ പോരുമ്പോൾ എൻ്റെ റെക്ടറച്ചൻ പറഞ്ഞു, തലവേദന മാറിയില്ലെങ്കിൽ ബ്രദറിനെ പറഞ്ഞു വിടും. ഒരു കൊള്ളിമീൻ ഇടിഞ്ഞു വീണതുപോലെയാണ് ഞാൻ പോരുന്നത്. കാരണം എൻ്റെ അങ്കിള് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി ഉണ്ടായിട്ട് 23-ാം വയസ്സിൽ രാജിവെച്ച് ഈ സഭയിൽ ചേർന്ന് 3-ാം വർഷം തിരിച്ചു പോകുന്ന ആളാണ്. ഇതാ എൻ്റെ അമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അങ്കിളിൻ്റെ അനുഭവം എനിക്കും ഉണ്ടാകും എന്നുള്ള ആശങ്ക എനിക്കുണ്ടായി. വീട്ടിൽ വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞില്ല. എൻ്റെ അമ്മായി വേലിക്കകത്ത് റോസമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മായിയോട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ സെയിൻറ്റ് ജോർജ് പള്ളിയുടെ അടുത്ത് ഒരു കുരിശടിയുണ്ട് ഔസേപ്പിതാവിൻ്റെ, അവിടെ അത്ഭുതം നടക്കണേ. ഞാൻ ചോദിച്ചു, അമ്മായി എന്താ അത്ഭുതം?
തമിഴ്നാട്ടിലും ശരീരം മുഴുവനും പഴുത്തു പിടുത്തൊരു ചെറുപ്പക്കാരൻ വന്നു. അവനെ വീട്ടിൽ കയറ്റില്ല, പണം എറിഞ്ഞു കൊടുക്കും. അങ്ങനെ അവൻ അവിടെയുള്ള ചാമ്പു പൈപ്പിലെ വെള്ളം കുടിക്കുകയും ചെയ്തു. അവൻ്റെ രോഗം മാറി. സുമുഖനായ ചെറുപ്പക്കാരൻ. എല്ലാവരും ചോദിച്ചു എങ്ങനെ സൗഖ്യപ്പെട്ടു? അവൻ സാക്ഷ്യപ്പെടുത്തി, ഈ വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എനിക്ക് സൗഖ്യമുണ്ടായത്. പിന്നീട് അന്ന് ജോസഫ് പുത്തമ്പറമ്പിൽ അച്ഛനാണ്, DSP എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആ അച്ഛനാണ്. ഇത് കേൾക്കുന്ന പഴമക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ആ അച്ഛൻ അവിടെ നൊവേന തുടങ്ങി. ഓല ഷെഡാണ്, ഇന്നത്തെ ആധുനിക സംവിധാനമൊന്നുമില്ല. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ. ഞാൻ അവിടെ മാർച്ച് മാസം 2ാമത്തെ ബുധനാഴ്ച അവിടെ ചെന്നു കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു, നൊവേന കൂടി. എൻ്റെ അമ്മായിയുടെ മകൻ അന്തോണിക്കുട്ടി ഒരു കൂടെ വെള്ളം കൊണ്ടുവന്നു എൻ്റെ തലയിൽ ഒഴിച്ചാണ്. എനിക്കൊന്നും ഇപ്പോൾ ഏകദേശം ഒരു 48 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തലവേദന വന്നിട്ടില്ല. അപ്പം ഇവിടെ ആദ്യ ഭാഗം പൂർണ്ണമാകുകയാണ്. യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം സംരക്ഷണമാണ്, സൗഖ്യമാണ്, സമൃദ്ധിയാണ്, അത് വിടുതൽ കൂടിയാണ്. തേവരപ്പള്ളി സെയിൻറ്റ് ജോസഫിൻ്റെ പള്ളിയാണ്, അവിടെ സെയിൻറ്റ് ജൂഡിൻ്റെ മാധ്യസ്ഥ്യമുണ്ട്. എനിക്കറിയാം 35 വർഷമായിട്ട് മദ്യപിച്ചിരുന്ന ആ ചേട്ടന് വേണ്ടി നൊവേന സമയത്ത് ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായിട്ട് അയാൾക്ക് വിടുതൽ കിട്ടിയ സംഭവം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് യൗസേപ്പ് പിതാവിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകാം. പഞ്ചമാധ്യസ്ഥ്യമുള്ള ഏകവിശുദ്ധനാണ് യൗസേപ്പ് പിതാവ്. എന്താണ് ഈ പഞ്ചമാധ്യസ്ഥ്യം? 5 മാധ്യസ്ഥ്യം: തിരുസഭയുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ, കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ. ഇത്രയും മാധ്യസ്ഥ്യമുള്ള വ്യക്തിയാണ്. ആവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞു, മാതാവിൻ്റെ സംഗീതം തേടിയതുപോലെയാണ് യൗസേപ്പ് പിതാവിൻ്റെ സംഗീതം തേടിയതിനെ ആരെയും ഉപേക്ഷിക്കുകയില്ല. അപ്പം അത്രയ്ക്ക് ശക്തമാണ് വിശുദ്ധൻ്റെ മാധ്യസ്ഥം. അതിൻ്റെ സാക്ഷ്യമാണ് ആമുഖമായിട്ട് പറഞ്ഞത്. ഇനി ജോസഫിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകാം. ഞാൻ എൻ്റെ കയ്യിൽ 5000 വിശുദ്ധന്മാരുടെ അർത്ഥമുള്ള പുസ്തകമുണ്ട്. അതിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ അർത്ഥം വളർച്ചയുടെ പുത്രൻ, വളർത്തുന്നവൻ എന്നാണ് അർത്ഥം. 60ഓളം ജോസഫുമാർ ബൈബിളിലുണ്ട്. അതിലെടുത്തു പറയുന്നത് നമ്മുടെ യൗസേപ്പ് പിതാവാണ്. ഈ യൗസേപ്പ് പിതാവിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇതെൻ്റെ പേഴ്സണൽ മെഡിറ്റേഷനാണ്. യൗസേപ്പ് പിതാവിനെ ഇംഗ്ലീഷിലൊന്ന് മനസ്സിലാക്കിയാൽ മതി. ജോസഫ്, അതിലെ ഓരോ അക്ഷരവും യൗസേപ്പ് പിതാവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ജെ എന്ന് പറയുന്നത് ജസ്റ്റിസ്. യൗസേപ്പ് പിതാവ് പറഞ്ഞ ഒന്നുമില്ലല്ലോ. യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ഒരുപാട് കമൻറ്റിൽ ഒന്നാമത്തെ, അവൻ നീതിമാനാകയാൽ മറിയത്തെ അപമാനവിധേയാക്കാതെ രഹസ്യമായിട്ട് പരിഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചു. ആരാണ് നീതിമാൻ? സങ്കീർത്തനം 15 വായിച്ചാൽ 12 കാര്യങ്ങൾ നീതിമാനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. കറകൂടാതെ ജീവിക്കുന്നവൻ, ഹൃദയത്തിൽ സത്യം കാക്കുന്നവൻ, നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ, കൈക്കൂലി വാങ്ങിക്കാത്തവൻ, അന്യായ പലിശ വാങ്ങിക്കാത്തവൻ, സഹോദരനെതിരെ പ്രേരണയ്ക്ക് വഴങ്ങാത്തവൻ. ഇങ്ങനെ പോകുന്ന 12 കാര്യങ്ങൾ സൗകര്യം പോലെ നിങ്ങൾ വായിക്ക്. സങ്കീർത്തനം 15 വായിച്ചാൽ അപ്പന് മാത്രമല്ല അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാവേണ്ട ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ഉണ്ടാവാനുള്ള 12 കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റിസിലേക്ക് പോകാം. ജസ്റ്റിസ് എന്ന് പറയുന്നത് അർഹിക്കുന്നത് കൊടുക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-3 പോകാമെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് അംഗീകരിക്കുക. മാത്സര്യം മൂലമോ വിഭാഗീയ ചിന്താഗതി മൂലമോ ഒന്നും ചെയ്യരുത്. മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിന്, അവൻ അർഹിക്കുന്നത് കൊടുക്കുന്നതിനെയാണ് ജസ്റ്റിസ്, നീതി എന്ന് പറയുന്നത്. ഇനി ലൂക്ക 6:31 നമുക്കറിയാം. മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം പെരുമാറുന്നതിനാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. യൗസേപ്പ് പിതാവിൻ്റെ വീട്ടുപേരെന്താണ്? മാതാവിൻ്റെ വീട്ടുപേരെന്താണ്? യേശുവിൻ്റെ വീട്ടുപേരെന്താണ്? എത്ര നാളായി നമ്മളിങ്ങനെ യൗസേപ്പ് പിതാവിനെ മാതാവിനെ യേശു വിളിക്കുന്നത്? തിരുക്കുടുംബം. നമ്മുടെ വെറും കുടുംബമാണ്. തിരുക്കുടുംബം ആവണമെങ്കിൽ യൗസേപ്പ് പിതാവിനെ പോലെ നീതിമാനായിരിക്കണം, മറിയത്തെ പോലെ നന്മ നിറഞ്ഞവരായിരിക്കണം, യേശുവിനെ പോലെ വിധേയരായിരിക്കണം. നമുക്ക് യൗസേപ്പ് പിതാവിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം നീതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും ഭാര്യ അർഹിക്കുന്നത്, ഭർത്താവ് അർഹിക്കുന്നത്, പ്രായമായ മാതാപിതാക്കൾ അർഹിക്കുന്നത്, മക്കൾ അർഹിക്കുന്നത്, അയൽവാസികൾ അർഹിക്കുന്നത് കൊടുക്കണം. അതിനെയാണ് നീതി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ്, ഓർഡർലി ആൻഡ് ഒബീഡിയൻറ്റ്. വസ്തുനിഷ്ഠമായിട്ട് കാണണം. നമ്മുടെയൊക്കെ ഇന്നത്തെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്? ഈ നടക്കുന്ന കൊലപാതകത്തിനും ഒക്കെ കാരണം എന്താണ്?
കേരളത്തിൽ ഏതാണ്ട് 70 കൊലപാതകം നടന്നു, അതിൽ 20 വീട്ടിലാണ് നടന്നേക്കുന്നത്. അതിന് കാരണം എന്താണ്? മറ്റുള്ളവരുടെ ചെരുപ്പിട്ട് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതാണ് ഒബ്ജക്റ്റീവ്. മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യൗസേപ്പ് പിതാവ് എടുത്തു ചാടിയില്ല. 3 ഓപ്ഷനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വ്യത്യസ്തമായ പരിഹാരമുണ്ട്, ഓപ്ഷനുണ്ട്. കല്ലെറിയണോ, സ്വീകരിക്കണോ, ഉപേക്ഷിക്കണോ? ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഈ മനുഷ്യനെ എന്താ ചെയ്തത്? ആരോടും പറഞ്ഞില്ല, പറയേണ്ടവനോട് പറഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളലെ അറിയുന്ന തമ്പുരാൻ കർത്താവിനോട് പറഞ്ഞു ഉറങ്ങിയൻ. ആ ഉറക്കത്തിലാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട യൗസേപ്പ് പിതാവെ ശങ്കിക്കേണ്ട, ഇത് പരിശുദ്ധാത്മാവിനാൽ ആണ് മറിയം ഗർഭിണിയായത്, അവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുക. വചനം പറയുന്നു, നിദ്രയിൽ നിന്ന് ഉണർന്ന ജോസഫ് ദൂതൻ പറഞ്ഞതുപോലെ ചെയ്തു. ഇനിയും 2 സ്വപ്നമുണ്ട്. കുഞ്ഞിനെ കൊല്ലാൻ വരുമ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. ഹെറോദേസ് മരിച്ചതിന് ശേഷവും തിരിച്ചു വരുന്നത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ യൗസേപ്പ് പിതാവ് തമ്പുരാനോട് കൺസൾട്ട് ചെയ്തു. അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ചെരുപ്പിട്ട് ചിന്തിക്ക്. എൻ്റെ അപ്പനും അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്തുകൊണ്ട് പറഞ്ഞു, ഭർത്താവ് എന്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ മക്കൾ എന്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് എന്തുകൊണ്ട് പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവരുടെ ചെരുപ്പിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഒബ്ജക്റ്റീവ്. അടുത്തത് ഓർഡർലി. അടുക്കും ചിട്ട ഉണ്ടാവണം. ചുട്ടയിലെ ശീലം ചുടല വരെ അടുക്കും ചിട്ട ഉണ്ടാകണം. നമുക്ക് വലിയ പൈതൃകമുണ്ട്. പഞ്ചശീലങ്ങൾ, പഞ്ചശുദ്ധി. ബഷീർ പറഞ്ഞ എൻ്റെ പാപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു, തഴമ്പ് മാത്രമേ ഉള്ളൂ. എന്തു പൈതൃകമാണ് ഭാരതത്തിനുള്ളത്. പഞ്ചശുദ്ധി എടുത്ത് പരിസരശുദ്ധി, ആഹാരശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി. ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു ശുദ്ധിയും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഓർക്കുക, ഓർഡർലി ആകണം. അതാ എവിടെ നിന്ന് കിട്ടണം? അപ്പനും അമ്മയും എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാനായിട്ട് പഠിപ്പിക്കണം. എൻ്റെ അപ്പനും അമ്മേനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാണ്, 1000 നാവാണ്. കാരണം അപ്പൻ ഞങ്ങളെ ചിട്ടയായിട്ട് പഠിപ്പിച്ചു. ഇപ്പം നമ്മൾ ഒരാളുടെ മുറി വന്നാൽ അറിയാൻ പറ്റും അവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ പറ്റും. ആ മുറിയിലെല്ലാം ഒരു വീട്ടിൽ തന്നെ വന്നാലും നമുക്കറിയാൻ പറ്റും ആ വീട്ടിലെ ഓർഡറുള്ള വീടാണോ ഡിസോർഡർ ആണോ എന്ന് അറിയാൻ പറ്റും. അവിടെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അഴുക്കുള്ള വസ്ത്രങ്ങളൊന്നും കൊണ്ട് മുൻവശത്ത് തൂക്കിയിടാറില്ല തോരണമായിട്ട്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ട ഓർഡർലി. പിന്നെ എന്താണ്? ഒബീഡിയൻറ്റ്. യൗസേപ്പ് പിതാവ് അനുസരണയുള്ളവനാണ്. ബൈബിൾ പറയുന്ന അനുസരണം അനുഗ്രഹമാണ്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം മാറിയത് നാടും വീടും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. ഏത് നാട്, ഏത് വീട് ഒന്നും ചോദിച്ചില്ല. അത് കാനാൻ ദേശമായിട്ട് മാറി. അതാണ് യൗസേപ്പ് പിതാവിൻ്റെ തിരുക്കുടുംബത്തിൻ്റെ രഹസ്യം. അനുസരണമാണ്. ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ചു. കന്യാകുമാരി കണക്ക് കൊടുക്കാൻ വേണ്ടി പോന്നു. അതായത് രാഷ്ട്രത്തിൻ്റെ കണക്ക് ദേവാലയത്തിൽ സമർപ്പിക്കുന്നു, കപ്പം കൊടുക്കുന്നു. ഇതെല്ലാം അനുസരിച്ചവനാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്, ഓർഡർലി, ഒബീഡിയൻറ്റ്. എസ് എന്ന് പറയുന്നത് സോഷ്യബിൾ സർവീസബിൾ പേഴ്സൺ. ഇതാണ് ഊട്ടുതിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഊട്ടിയ പിതാവ്, ഉടിപ്പിച്ച പിതാവ്. അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർച്ച് 19 നമ്മൾ കേരളത്തിൽ പല ഇടവകകളിലും ജാതിമത ഭേദമന്യേ ഒരുമിച്ച് വന്ന് ഭക്ഷണമൊക്കെ ഒരുക്കി ഒരുമിച്ച് ഉണ്ണുന്നത്. ആ വലിയൊരു ഓർമ്മയാണ്, ഊട്ടിയ ഒരു പിതാവിൻ്റെ ഓർമ്മ. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഊട്ടുപിതാവല്ല, ഊറ്റുപിതാവ്, മുട്ടിപ്പിക്കണ പിതാക്കന്മാരാണുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചീനോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയുണ്ട് ഭർത്താവ്? എൻ്റെ ഭർത്താവ് ഒരു താമരയാണ് അച്ഛാ. ഞാൻ ചോദിച്ചു, BJP ചേർന്ന? ഇല്ലച്ചോ, BJPയിലല്ല, ഫുൾ ടൈം വെള്ളത്തിലാണ്. ഫുൾ ടൈം വെള്ളത്തിലാണ്. ഇപ്പോൾ അറിയാമല്ലോ, കുട്ടികളും മുതിർന്നവരും എല്ലാം ഫുൾ ടൈം വെള്ളത്തിൽ. MDM അതിങ്ങനെ കൂടി വരികയാണ്. കാണുന്നില്ല, ഓരോ പത്രത്തിലും കാണുന്നത്. സ്വന്തം വീട്ടിൽ 6 അടിച്ചു കൊല്ലുന്നതും തമ്മിൽ വെട്ടുന്നതും കുത്തിക്കൊല്ലുന്നതും. ഇന്ന് തന്നെ പത്രത്തിൽ കണ്ടില്ല, 2 വിദ്യാസമ്പന്നരായ പിള്ളേർ വഴക്കിട്ടിട്ട് എന്താ ചെയ്തത്? ഓരോ ദിവസവും കാണുകയാണ്. അപ്പം ഉടിപ്പിക്കുന്ന പിതാക്കന്മാരായിട്ട് മാറണം. അടുത്തത് JOSE ആണ്. E മീൻസ് എക്സംപ്ലറി, എഡിഫൈയിങ്, എനർജറ്റിക്, എഫിഷ്യൻറ്റ്. എക്സംപ്ലറി, മാതൃകയായിരിക്കണം. എൻ്റെ അപ്പനും അമ്മ എനിക്ക് ഭയങ്കര മാതൃകയാണ്. കാരണം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അപ്പൻ, രാവിലെ എഴുന്നേറ്റ് മുറ്റമടിക്കുന്ന അമ്മ, പൂക്കൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന അമ്മ, കുരിശ് വരച്ച് അരിയിടുന്ന അമ്മ, എവിടെ മരണമുണ്ടെങ്കിൽ പോകുന്ന അമ്മ. എൻ്റെ അപ്പനാണെങ്കിൽ എല്ലാം ടൈം ടേബിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു അപ്പൻ്റെ ആ ഒരു എക്സാമ്പിൾ ഞങ്ങൾക്ക് തരാം. ചെറുപുഷ്പം എന്താ പറഞ്ഞത്? എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും പഠിച്ചു. നമ്മൾ ആരെങ്കിലും നോക്കിയിട്ട് ഇങ്ങനെ പറയാനുണ്ടോ? അപ്പൻ്റെ മുഖത്ത് നോക്കി മദ്യപിക്കാൻ പഠിച്ചു, പുകവലിക്കാൻ പഠിച്ചു, വൃത്തികേട് കാണിക്കാൻ പഠിച്ചു എന്നതല്ലേ പറയുള്ളൂ.
അതാണ്. അപ്പോൾ ഓർക്കുക, മാതൃകയായിരിക്കണം. ഒരു ചെറുപുഷ്പം ഉണ്ടായി, ഒരു ഡോൺ ബോസ്കോ ഉണ്ടാകാൻ കാരണം എന്താണ്? അവൻ്റെ അമ്മ സ്വപ്നം പോലും വ്യാഖ്യാനിച്ച് ദൈവവിളിയെ ഡയറക്റ്റ് ചെയ്തു. നമുക്കൊരു അഗസ്തീനസ് ഉണ്ടാകാൻ കാരണം എന്താണ്? അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ മാനസാന്തരപ്പെടുത്തി വലിയൊരു വിശുദ്ധനാക്കി മാറ്റി. നമുക്ക് ഉള്ളത് ഒരു സെക്കൻഡ് ക്രൈസ്റ്റ്, രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് അസീസി. അവൻ്റെ അമ്മ പീക്കായാണ് അവനെ വിശുദ്ധിയിലേക്ക് ആനയിച്ചത്. ഇനി ഒരു ചാരിത്രശുദ്ധിയുടെ വിശുദ്ധ മരിയ കുര്യത്തി. അക്ഷരാഭ്യാസമില്ല, അമ്മയ്ക്കുമില്ല, മകൾക്കുമില്ല. പക്ഷേ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം, അതിനെ മലിനമാക്കരുത്. അത് കേട്ടിട്ട്, മമ്മി എൻ്റെ ശരീരം തുണ്ടുതുണ്ടായി അരിഞ്ഞിട്ടാലും ഞാൻ ഒരിക്കലും ചാരിത്രശുദ്ധിക്ക് എതിരായിട്ട് തെറ്റിയില്ല. ഒടുവിൽ അലക്സാണ്ടർ കാമവെറി പൂണ്ടവൻ്റെ കുത്തേറ്റ് മരിക്കുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് മരിച്ച വലിയ വിശുദ്ധയുടെ ഓർമ്മ. കാർലോ അക്വിത്തിസ്. നമ്മുടെ പിള്ളേരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ചൊരു ചെറുക്കനാണ്. മൊബൈൽ, അവൻ ജീൻസ്, കൂളിംഗ് ഗ്ലാസ്, സൈക്കിളിന് പോകും, പാർട്ടിക്ക് പോകും, സിനിമാക്ക് പോകും, ഇൻ്റർനെറ്റ്, വാട്സപ്പ്, ട്വിറ്റർ. നമ്മുടെ പിള്ളേർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യണം? തെറ്റായ പ്രണയം, തെറ്റായ ബന്ധം, തെറ്റായ കാര്യങ്ങൾ. ഇതല്ലേ നമ്മുടെ മക്കൾ ചെയ്യണത്. പഠിക്കണം മക്കളെ, പഠിക്കണം മാതാപിതാക്കളെ. ഈ ഒരു ചെറുപ്പക്കാരൻ ഫ്രാൻസിസ് പാപ്പ സൈബർ സെയിൻ്റ് എന്നാണ് വിളിച്ചത്. അവനിങ്ങനെ വരാൻ കാരണം എന്താണ്? അവൻ ചെറുപ്പത്തിൽ അവന് കിട്ടിയ ട്രെയിനിങ് ആണ്. അവൻ ഇൻ്റർനെറ്റും ഇതെല്ലാം കൊണ്ട് അവൻ 145ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അവൻ പോയി കണ്ട് അവൻ വെബ്സൈറ്റ് ഉണ്ടാക്കി ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിച്ചു. അവൻ പറയുന്നൊരു വാക്കെന്താണ്? കെട്ടിപ്പിടിക്കാനൊരു സക്രാരിയും പൊട്ടിക്കരയാനൊരു കുമ്പസാരക്കൂടി ഉണ്ടെങ്കിൽ ആർക്കും വിശുദ്ധനാകാം. ഒരുപക്ഷെ ജൂബിലി ഇയറിൽ അവൻ്റെ വിശുദ്ധിയിലേക്ക് ഉയർത്തും. അവൻ്റെ തിരുശേഷിപ്പ് സേക്രഡ് ഹാർട്ട് ചർച്ച് കുമ്പളങ്ങിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ എക്സംപ്ലറി, മാതൃകയായിരിക്കണം. നിങ്ങൾ മാതൃകയാണോ എന്ന് ആത്മശോധന ചെയ്യും. നല്ലൊരു അപ്പനാണോ? നല്ലൊരു അമ്മയാണോ? നല്ലൊരു മകനാണോ? മകളാണോ? ഇനി എക്സാമ്പിൾ എഡിഫൈ, എനർജറ്റിക്, എഫിഷ്യൻ്റ് ആകണം. കാര്യശേഷി, കാര്യപ്രാപ്തി ഒക്കെ ഉണ്ടാകണം. ഇനി അടുത്തത് പി ആണ്. പി എന്ന് വെച്ചാൽ പ്രയർഫുൾ, പേഷ്യൻ്റ്, പ്രൂഡൻറ്റ് പേഴ്സൺ. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാകണം. യൗസേപ്പ് പിതാവ് പ്രാർത്ഥിച്ചൊരു മനുഷ്യനാണ്. ആ പ്രാർത്ഥനയിലാണ് എല്ലാ പ്രതിസന്ധികളും നേടാൻ സാധിച്ചത്. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഇത് ഫാദർ പേറ്റൺ പറഞ്ഞതാണ്. കുടുംബത്തിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയില്ലാത്തതിൻ്റെ പ്രശ്നമാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. വഴക്ക്, വക്കാണം, കൊലപാതകം, ഇതിനെല്ലാം കാരണം എന്താണ്? പ്രാർത്ഥന വേണം. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാവണം. കൂടാതെ പേഷ്യൻ്റ്, ക്ഷമ വേണം. ഇന്ന് പെട്ടെന്ന് എടുത്ത് ചാടനാണ്. എന്തും ചെയ്യാൻ മടിക്കുന്നില്ല. അപ്പനെ വെട്ടിക്കൊല്ലാൻ, അമ്മയെ വെട്ടിക്കൊല്ലാൻ, മക്കളെ വെട്ടിക്കൊല്ലാൻ, ഒന്നും. കാരണം ക്ഷമയില്ല. നമുക്ക് ക്ഷമ ആവശ്യമാണ്. പ്രയർഫുൾ, പേഷ്യൻ്റ്, പ്രൂഡൻറ്റ്. നമ്മൾ വിവേകത്തോടു കൂടി പെരുമാറണം. വിവേകത്തിൻ്റെ മാതൃകയാണ് യൗസേപ്പ് പിതാവ്. അവസാനമായിട്ട് ഹംബിൾ, ഓണസ്റ്റ് ആൻഡ് ഹോളി. ഹംബിൾ, വിനയമുള്ളവനായിരുന്നു യൗസേപ്പ് പിതാവ്. സത്യസന്ധനായിരുന്നു യൗസേപ്പ് പിതാവ്. വിശുദ്ധിയുള്ള വ്യക്തിയായിരുന്നു യൗസേപ്പ് പിതാവ്. അപ്പോൾ ഇത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നൊരു കാര്യമല്ല. യൗസേപ്പ് പിതാവിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിരുന്നു ധ്യാനിച്ചപ്പോൾ കിട്ടിയ സ്പെല്ലിങ്ങിൽ, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിൽ ഒളിഞ്ഞു കിടന്ന ആത്മീയതയാണ് നിങ്ങളോട് പങ്കുവച്ചത്. കേട്ട കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. മാർച്ച് 19 യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ കേരളം മുഴുവനും ലോകം മുഴുവനും ഊട്ടുതിരുന്നാളായിട്ട് ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ തുടക്കം എവിടെയാണ്? എങ്ങനെയാണ് ഒരു ഊട്ടുതിരുന്നാൾ ഉണ്ടായത്? അതിൻ്റെ തുടക്കം കണ്ണമാലിയിലാണ്. വിശ്വപ്രസിദ്ധമായിട്ടുള്ള, ലോകം മുഴുവനും അറിയുന്ന കണ്ണമാലിയിലെ സെയിൻറ്റ് ആന്റണിയുടെ ദേവാലയത്തിലെ പ്രത്യേക വിശുദ്ധനായ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ. എത്രയോ ആൾക്കാരാണ് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വന്ന് ഈ ഊട്ടുതിരുനാളിൽ വരുന്നത്. അപ്പോൾ കണ്ണമാലി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? എങ്ങനെയാണ് ഈ അവിടെ കടൽക്ഷോഭം ഉണ്ടായതും, മരണമുണ്ടായതും, കോളറ ഉണ്ടായതും, പിന്നീട് സ്വാരസച്ചൻ്റെ നേതൃത്വത്തിൽ 1905 മാർച്ച് 19 ബലിയർപ്പിച്ച് കഴിച്ച് സൗഖ്യമുണ്ടായ കാര്യം, പിന്നീട് സ്റ്റാച്ചു കിട്ടിയ കാര്യം, കുളമ്പ് രോഗം, പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ ബ്രദർ സെബാസ്റ്റ്യനുണ്ടായ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ, ഈ വൈദികനുണ്ടായ രോഗസൗഖ്യം, അതിൽ നിന്നും വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ച് പറഞ്ഞു. പഞ്ചമാധ്യസ്ഥ്യം, തിരുസഭയുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ, കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ, തിരുക്കുടുംബത്തിൻ്റെ വലിയ സംരക്ഷകൻ. ഇത്രയും പറഞ്ഞിട്ട്
ജോസഫിൻ്റെ അർത്ഥം വളർച്ചയുടെ പുത്രൻ, വളർത്തുന്നവൻ. ആ വളർച്ച നമ്മിൽ ഉണ്ടാവണമെങ്കിൽ JOSEPH ഉണ്ടാകണം. നമ്മൾ നീതിയുള്ള ജസ്റ്റ് ആയിരിക്കണം, ജസ്റ്റിസ് കൊടുക്കണം. ഒബ്ജക്റ്റീവ്, ഓർഡർലി, ഒബീഡിയൻ, വസ്തുനിഷ്ഠമായിട്ട് കാണണം, ഊട്ടുപിതാക്കളാവണം. പിന്നെ നമ്മൾ JOSE എക്സംപ്ലറി ആകണം, മാതൃകയായിരിക്കണം. P പ്രാർത്ഥിക്കുന്ന, H ഹംബിൾ, ഓണസ്റ്റ് ആൻഡ് ഹോളി. ഈ ഒരു യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ചിന്ത, കൂടുതൽ യൗസേപ്പ് പിതാവിനുള്ള ഭക്തിയിൽ വളരുവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഈ വചനം യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിൽ ശ്രവിച്ച ഓരോ വ്യക്തികളെയും, പിന്നീട് ഇത് ശ്രവിക്കാൻ പോകുന്ന വ്യക്തികളെയും യൗസേപ്പ് പിതാവിൻ്റെ പഞ്ചമാധ്യസ്ഥത്താൽ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വലിയ സൗഖ്യം, സമൃദ്ധി, സംരക്ഷണം, വിടുതലുണ്ടാവട്ടെ. ആമേൻ. പ്രത്യേകിച്ച് ജോസഫ് എന്ന് പേരുള്ള മെത്രാന്മാരുണ്ട്, വൈദികനുണ്ട്, സന്യസ്തരുണ്ട്. എല്ലാവർക്കും ജോസഫ് എന്നും ജോസി എന്നും ജോസിയ എന്നും പേരുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ, നന്മകൾ. വിശുദ്ധനാം യൗസേപ്പ് പിതാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിത്യം. വിശുദ്ധനാം യൗസേപ്പ് പിതാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിത്യം. സ്വർഗീയ താതാ സ്നേഹപിതാവേ,